അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായി നാം വളരെയേറെ വിഷമത്തോട് കേട്ടിരുന്ന ഒരു സ്റ്റോറിയായിരുന്നു റഹീമിനെ കുറിച്ചുള്ള സ്റ്റോറി. സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്ന ജയിലിൽ കഴിയുന്ന റഹീമിൻ്റെ സ്റ്റോറി. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കണ്ണുനീർ, അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്നും പോകുന്നില്ല. അങ്ങനെ ആ ഒരു വലിയ ദൗത്യം നമ്മൾ കേരളക്കാർ നിർവഹിച്ചു കഴിഞ്ഞു. ആ വലിയ ദൗത്യം ഇന്നലെ നിറവേറ്റിക്കഴിഞ്ഞു. വളരെയേറെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ജാതി മതഭേദമന്യേ മനുഷ്യത്വം, കോടികളുടെ മുന്നിൽ മനുഷ്യത്വം, കോടികൾ ഒന്നുമല്ല, മനുഷ്യത്വമാണ് വേണ്ടത് എന്ന് ഇന്നലെ തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ആ ഉമ്മയുടെ സന്തോഷമാണ്. ആ മകൻ ഉമ്മയുടെ അടുത്തേക്ക് എത്തുന്ന ആ സന്ദർഭമാണ്. പടച്ചറബ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഉമ്മയുടെ മുന്നിലേക്ക് ആ മകനെ എത്തിച്ചു കൊടുക്കട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിന് തുടക്കം കുറിച്ച വലിയ രണ്ട് മനുഷ്യന്മാരുണ്ട്. വലിയ മനസ്സിന് ഉടമയായ, എന്താ പറയാൻ വാക്കുകളില്ല, ഇവരോട് നമ്മൾ നന്ദി പറഞ്ഞാൽ എത്രയും മതിയാകില്ല. വലിയ മനസ്സിന് ഉടമയായ രണ്ട് വ്യക്തിത്വങ്ങൾ. ഒന്ന് അഹമ്മദ് സാബിത്ത് എന്ന് പറയുന്ന സാബി ഇൻസ്പയർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, സാബി ഇൻസ്പയർ. അതുപോലെ തന്നെ ബോച്ചെ, നമുക്കറിയാം, ബോബി ചെമ്മന്നൂർ ബോച്ചെ, നമ്മളൊക്കെ ബോച്ചെ എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് മനുഷ്യന്മാർ, അപ്പോൾ അവരാണ് ഇത് കാര്യമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞത്. മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നല്ല ജാതി ഭേദമന്യേ വളരെ ഐക്യത്തോടു കൂടി, നല്ല സൗഹാർദ്ദത്തോടു കൂടി നമ്മുടെ മനുഷ്യത്വത്തിന് മുന്നിൽ കോടികൾ ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആ ദൗത്യം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ഇന്നലെയൊക്കെ ആ ഉമ്മാൻ്റെ സന്തോഷം. എന്നാലും ആ മകൻ ഉമ്മയുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാലേ ആ ഉമ്മാക്ക് പൂർണ്ണ സന്തോഷമാവുകയുള്ളൂ. ആ ഉമ്മയുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ പടച്ചറബ് സാധിച്ചു കൊടുക്കട്ടെ. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും, പല രീതിയിൽ പല ആളുകളും ഈ പൊള്ളുന്ന ചൂടത്തൊക്കെ റോഡിലിറങ്ങി പണം പിരിപ്പിച്ചും, പല രീതിയിൽ പണം പിരിപ്പിച്ചും, അതുപോലെ വലിയ വലിയ തുകകൾ നൽകിയവർ, ഇവർക്കൊക്കെ എല്ലാ രീതിയിലും പടച്ചറബ് വിജയം നൽകട്ടെ. അതിൻ്റെ പുണ്യം, പ്രതിഫലം നൽകട്ടെ. എല്ലാ രീതിയിലും അവർക്ക് വിജയം നൽകട്ടെ. മാത്രമല്ല, ഇതിനു വേണ്ടി ആദ്യം തന്നെ മുൻകൈയെടുത്ത അഹമ്മദ് സാബി ഇൻസ്പയർ എന്ന് പറയുന്ന വ്യക്തി, അതോടൊപ്പം ബോബി ചെമ്മന്നൂർ, ഇവരുടെ എല്ലാ മേഖലകളിലും, ഇവരുടെ ബിസിനസ്സുകളിൽ, എല്ലാ തലത്തിലും ഇവർക്ക് പടച്ചറബ് വിജയം നൽകട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ ദൗത്യം വിജയിച്ചതിന് ശേഷം ആ വീഡിയോ പ്രൈവറ്റാക്കി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ ഒരു സന്തോഷ വാർത്ത നമുക്ക് പങ്കുവെക്കാം. മാത്രമല്ല, നിങ്ങൾ ഇവർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യണം. ഈ പൊന്നു ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. റഹീമിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എല്ലാവരുടെ ദുആയിലും ആ ഉമ്മയെയും ആ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകം വീണ്ടും ഉണർത്തുകയാണ്. നാം മനസ്സിലാക്കണം, ഉമ്മയുടെ ദുആ നമ്മുടെ മരണം ഒഴികെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുന്നു. ഉമ്മ എന്നത് അള്ളാഹു നമുക്ക് നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനമാണ്. അത് ഒരു വലിയ സത്യം തന്നെയാണ്. അത് നമുക്ക് റഹീമിൻ്റെ ഉമ്മയെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ആ ഉമ്മയുടെ ആഗ്രഹം പടച്ചറബ് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കട്ടെ. സന്തോഷവും സമാധാനവും, ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.